ഹലോ എല്ലാവർക്കും ജുവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ 2 സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. ഒരു ശങ്കർ പടം, പണ്ടൊക്കെ ശങ്കർ പടം എന്ന് കേൾക്കുമ്പോഴത്തേക്കും വൻ ഹൈപ്പ്, ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ചർച്ചകൾ, അതിനെപ്പറ്റിയിട്ടുള്ള ആകാംക്ഷകളൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. ശങ്കർ പടം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ ഒരു ഹൈപ്പൊന്നും ഒരു പടത്തിനും കിട്ടുന്നില്ല. പണ്ടൊക്കെ ഒരു ന്യൂജൻ പുതുമുഖത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊരു ശങ്കറിൻ്റെ ഒരു പടം വന്നാൽ പോലും കൊല ഹൈപ്പായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്ന് ചിലപ്പം ഒരുപാട് ബ്രഹ്മാണ്ഡ സംവിധായകർ നമുക്ക് ചുറ്റും ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ ഒരു ഹൈപ്പില്ലായ്മ. എന്നിരുന്നാലും ആ ഒരു ശങ്കർ പടം, അതും ഇന്ത്യൻ പോലെ ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, എന്നിട്ടും ആ ഒരു ഹൈപ്പ് എവിടെയും കാണാനില്ല എന്നുള്ളതാണ്. അപ്പം ഇന്നിപ്പം ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ട്രെയിലറിനെ അനുസ്പദമാക്കിയിട്ടിരിക്കും ഈ ഒരു സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വിക്രമിന് ശേഷം വരുന്ന ഒരു മുഴുനീള കമൽഹാസൻ പടം. നമുക്ക് ആ ട്രെയിലർ കണ്ട് നോക്കാം. ഹൈപ്പ് ഉണ്ടാകുമോ ഈ ഒരു ട്രെയിലറോട് കൂടി? ഇന്ത്യൻ 2ൻ്റെ ഹൈപ്പ് പഴയ ആ ഒരു ശങ്കർ പടത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം പറയാം. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. റെഡി? ஊராடா இது? படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. லைக்கா திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். அழிமதி என்ன விஷயம்? நம்மள ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கே பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. சித்தார்த், we are just barking dogs. அதனால தான் கத்திட்டு இருக்கோம். எல்லாரும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. இந்தியன். ஓ, நெடுமுடி வேணும். சேனாபதி, ஃப்ரீடம் ஃபைட்டர். என்ன கர்மம் சார் இது? கர்மம் இல்ல, வர்மம். എന്തുവാണ് ഇത്? കമൽഹാസൻ அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுக்கிட்ட இருந்து தப்பிக்கவே முடியாது. എന്തിനാ? என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்தப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். ശങ്കർ പടം ஓடவும் முடியாது, ஒளியவும் முடியாது. டாமஞ்சேரி ஆட்டம் ஆரம்பிச்சிருச்சு. അതുള്ള ജൂലൈ 2024. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്കൊരു തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് മാസ് മസാല പടം കാണുന്ന ഒരു ട്രെയിലർ, ഒരു സാധാ സിനിമയുടെ ട്രെയിലർ കണ്ട പോലെ ഒരു ഫീലുണ്ടായി. എൻ്റെ പൊന്നെ, ശങ്കരണ്ണൻ എന്ത് പറ്റിയോ എന്തോ. ഈ ട്രെയിലറിൽ കണ്ടത് മാത്രമല്ല, അത് വേറെ എന്തെങ്കിലും സിനിമയിലുണ്ടോ നമുക്ക് സിനിമ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ട്രെയിലർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു ബ്രഹ്മാണ്ഡ പടമൊന്നും പറയാൻ പറ്റൂലടേ. ഈ അഴിമതിയും അതിനെ എതിർക്കാൻ വരുന്ന നായകനും വില്ലനും എന്തരോ ഒരു സാധനം വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം, എന്തരാണെന്ന് തിയേറ്ററിൽ പോയിട്ട് കാണാം. എന്തായാലും കാണും. എക്സ്പെക്ടേഷൻ ഒരു ശങ്കർ എന്തെങ്കിലും പടത്തിൽ ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം ചെയ്തു വയ്ക്കുമെന്ന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. ഓക്കെ, തിയേറ്ററിൽ ആളെ പിടിച്ചിരുത്താനായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം തിയേറ്ററിൽ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. ട്രെയിലർ ഡിസപ്പോയിൻറ്റഡ് ആണ്, ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആണ്. പ്രത്യേകിച്ച് പറയേണ്ടത് അനിരുദ്ധ് അണ്ണൻ എന്ത് പറ്റി? അല്ലെങ്കിൽ തലൈവർക്കൊക്കെ വേണ്ടി, രജനീകാന്തിനൊക്കെ വേണ്ടി യജാതി സാധനം പടച്ചു വിട്ട ആളാണ്. ഉലകം നേരം കമൽഹാസന് വേണ്ടി വിക്രത്തിൽ എന്ത് യജാതി സാധനം പടച്ചുവിട്ട ആളാണ്. ഇന്ത്യനിലേക്ക് വന്നപ്പോഴത്തേക്കും അതൊരു ഐക്കോണിക്കായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ വീണ്ടും കൊണ്ടുവരുമ്പോഴത്തേക്കും കൊടുക്കേണ്ട ഒരു സംഭവം കിട്ടിയില്ല. ഇപ്പം ഈ ഒരു ട്രെയിലറിൽ പോലും ആ ഒരു ഇന്ത്യൻ്റെ ആ ഒരു വരവൊന്നും എനിക്ക് വലിയൊരു ഫീൽ, ഒരു രോമാഞ്ചം തരുന്ന രീതിയിലോ അത്തരത്തിലൊന്നും എനിക്ക് ഫീൽ ആയില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് ഫിലിമിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അനിരുദ്ധണ്ണൻ ഇതിലുള്ളതിനെക്കാട്ടിയും വലുത് എന്തെങ്കിലും ചെയ്ത് വച്ചിട്ടുണ്ടോ എന്ന് ഇനി പറയാൻ മേല. എല്ലാം സസ്പെൻസ് ആയിട്ട് തിയേറ്ററിൽ അങ്ങനെയും ചിന്തിക്കാം. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. എന്തായാലും കാത്തിരിക്കാം. അടുത്തതിനായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തിരിക്കുക. പുതിയ വീഡിയോ കണ്ടുവരിക്കും. ബൈ ബൈ.